ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, പരിശുദ്ധ ദൈവമാതാവിനായി സമർപ്പിക്കപ്പെട്ട സെപ്റ്റംബർ മാസം പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിലുള്ള മഞ്ഞക്കടവ് സെൻറ് മേരീസ് ഇടവകയിലെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ അനുഗ്രഹീതപ്രദമായ മാസം. പ്രാർത്ഥനയിലൂടെയും പ്രായശ്ചിത്തത്തിലൂടെയും നോമ്പിലൂടെയുമെല്ലാം പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിനായി നാം ഒരുങ്ങുകയാണ്. അമ്മയോടുള്ള സ്നേഹവും ആത്മബന്ധവും കൂടുതലായി വളർത്തിയെടുക്കാൻ വരും ദിവസങ്ങളിൽ നമുക്ക് സാധിക്കട്ടെ. മക്കളില്ലാതെ വളരെ വിഷമത്തിൽ കഴിഞ്ഞ യോവാക്വിമിൻ്റെയും അന്നയുടെയും ജീവിതത്തിലേക്ക് കടന്നു വന്ന പ്രത്യാശയുടെ പൊൻകിരണമാണ് പരിശുദ്ധ അമ്മ. അതുപോലെ തന്നെ ജീവിതയാത്രയിൽ ഒറ്റയ്ക്കായി പോകുന്നവരുടെ കഷ്ടതകൾ അനുഭവിക്കുന്നവരുടെ മുൻപിലേക്ക് പ്രത്യാശയുടെ പ്രതീക്ഷയുടെ പൊൻകിരണമായാണ് പരിശുദ്ധ അമ്മ കടന്നു വരുന്നത്. നീ എത്രമാത്രം യേശുവിനെ സ്നേഹിക്കണമെന്ന് അറിയണമെങ്കിൽ നീ എത്രമാത്രം പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്നു എന്ന് ആദ്യം തിരിച്ചറിഞ്ഞാൽ മതി എന്ന വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ വാക്കുകളെ നമുക്ക് സ്മരിക്കാം. 3-ാം വയസ്സിൽ ദേവാലയത്തിൽ സമർപ്പിക്കപ്പെട്ട മേരി ദൈവകാര്യങ്ങളിൽ മാത്രം വ്യാപൃതയായി താൻ ജീവിച്ച ഇടങ്ങളെ പ്രകാശം ചൊരിഞ്ഞു. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുകൾ എന്നിൽ നിറവേറട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ദൈവപിതാവിൻ്റെ തിരുഹിതത്തിന് വിട്ടുകൊടുത്ത് മാനവവംശത്തിൻ്റെ സഹരക്ഷകയായി മാറി. ഇന്ന് സർവ്വലോകത്തിൻ്റെയും രാജ്ഞിയായി നിലകൊള്ളുന്ന പരിശുദ്ധ അമ്മയുടെ ജീവിതം അമ്മമാരായ നമുക്ക് മാതൃകയും പ്രചോദനവുമാണ്. ഇന്ന് കുടുംബങ്ങളിൽ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും വീഞ്ഞ് തീർന്നു തുടങ്ങിയെന്ന് തിരിച്ചറിയുമ്പോൾ പ്രാർത്ഥനയിലൂടെ ബലം നൽകാനും ദൈവഹിതം നിറവേറട്ടെ എന്ന ഭാവം നിറവേറ്റാനും അമ്മ നമ്മളെ സഹായിക്കട്ടെ. പരിശുദ്ധ അമ്മയാൽ സ്നേഹിക്കപ്പെടുന്ന എല്ലാവർക്കും കൃപ നിറഞ്ഞവളെന്നും ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയവളെന്നും വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നവളുമായ പരിശുദ്ധ അമ്മയുടെ ജന്മതിരുനാളിൻ്റെ മംഗളങ്ങൾ ഒരിക്കൽ കൂടി ഏവർക്കും നേർന്നുകൊണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ടും ഞാൻ നിർത്തട്ടെ.